കേരളത്തിലെ ഒരു പ്രമുഖ ചാനലിലെ അവതാരകൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്തിനാ നമ്മളിതൊക്കെ പ്രമാണമായിട്ട് എടുക്കുന്നത്? അല്ലെങ്കിൽ ആരാന്നുള്ളതും കൂടി പറയണം. ഒരു ഫേസ്ബുക്ക്, ചിലരങ്ങനെ പറയും, ഒരു മതം. എന്താ, ഒരു മതത്തിന് പേരില്ലേ? അല്ലെങ്കിൽ ഒരു ആള്, എന്താ പേര് പറഞ്ഞെന്താ കുഴപ്പം? ഏതായാലും ഇതിൽ എഴുതിയത് ഇങ്ങനെയാണ്, ഒരു പ്രമുഖ ചാനൽ. ഏതായി ഒരു പ്രമുഖ ചാനൽ? അത് കഴിഞ്ഞു. 2 അവതാരകൻ. അതാരായി അവതാരകൻ? രണ്ടും അറിയുന്നില്ല ആരാന്ന്. എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ സനാതനധർമ്മത്തെ അംബേദ്കർ വൈറസിനോട് താരതമ്യം ചെയ്തിട്ടുണ്ടെന്ന രീതിയിൽ പരാമർശിക്കുന്നു. അംബേദ്കറിൻ്റെ കൃതികൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ സ്വന്തം എഴുത്തിൽ ഇംഗ്ലീഷിലും അനുവാദമായിട്ട് പൂർണ്ണമായി മലയാളത്തിലും ബൃഹത്തായ ഗ്രന്ഥസമാഹാരം ലഭ്യമാണ്. എത്ര പോലെയാ? 32 ഇവിടെ ഉണ്ട്, മുഴുവൻ ഇവിടെ ഉണ്ട്. ഇത്രയും ബൃഹത്തായി എഴുതിയ ആളാണ്. ഹിന്ദു ധർമ്മത്തിലെ അക്കാലത്തെ ദുഷിച്ച ജാതീയതയെയും അതിഹീനമായ ഉച്ചനീചത്വങ്ങളെയും കുറിച്ച് നിശ്ചിതമായ ഭാഷയിൽ അംബേദ്കർജി എഴുതിയിട്ടുണ്ട്. ഒരു സംശയവുമില്ല. അതിനിശ്ചിതമായ ഭാഷയിൽ. എന്നാൽ അതിൻ്റെ 100 ഇരട്ടി ഇസ്ലാമിൻ്റെ ദൂഷ്യങ്ങളെക്കുറിച്ചും ഭാരത വിഭജനത്തിലേക്ക് നയിച്ച അതിഹീനമായ സങ്കുചിത വർഗീയ ചിന്തകളെക്കുറിച്ചും ശക്തമായി എഴുതിയിട്ടുണ്ട്. ഈ അവതാരകന്മാരൊക്കെ ഇതിൻ്റെ ഒരു ഭാഗം മാത്രം പറയുകയും മറ്റൊന്ന് പറയാതിരിക്കുകയും, 2 ഔപനിഷിതമായ വേദാന്തപരമായ വൈദികങ്ങളായ വിഷയങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചർച്ചകളിൽ ഒരിടത്ത് പോലും സനാതനധർമ്മത്തെ നിന്ദിച്ചിട്ടില്ല എന്ന് മാത്രവുമല്ല, ഈ സനാതനധർമ്മത്തിൻ്റെ തന്നെ നവീകരണ പ്രസ്ഥാനമായി വന്ന ബുദ്ധിസത്തിലേക്കാണ് അദ്ദേഹം പോയത്, അല്ലാതെ ക്രിസ്ത്യാനിറ്റിയിലേക്കോ ഇസ്ലാമിലേക്കോ അല്ല. ബുദ്ധിസവും ജൈനിസവും സനാതനധർമ്മത്തിൻ്റെ ഭാഗങ്ങളാണ്. നിയമവ്യവസ്ഥയ്ക്കനുസരിച്ച് പോലും ഹിന്ദുധർമ്മത്തിൻ്റെ ഭാഗമായിട്ടാണ് അവ മാനിക്കപ്പെടുന്നത്. സംശയമുള്ളൊരു നിയമസംഹിതകൾ വായിക്കുക, അവിടെ കാണാൻ പറ്റും. അപ്പം അതുകൊണ്ട് യവനൊക്കെ എഴുതുന്നത് നമ്മളെന്തിനാ പ്രമാണമായിട്ട് എടുക്കുന്നേ? തമിഴ്നാടിൻ്റെ കാറ്റ് കേരളത്തിലും വീശുകയാണോ? ആ ചോദ്യം മനസ്സിലായില്ല. തമിഴ്നാടിൻ്റെ കാറ്റ് കേരളത്തിലും വീശുകയാണോ എന്ന് വെച്ചാൽ, അവിടെ പശ്ചിമഘട്ടം അത് നടുവ് കൂടെ വരും. ഇവിടെ ഭൂമിശാസ്ത്രപരമായിട്ട് ഈ സഹ്യ നിരകളിൽ ചെന്ന് അവസാനിക്കുന്ന ഭാഗമാണ് ഇപ്പോൾ കേരളയിൽ. അതിലൊരു ഒരു ഒരു വിള്ളൽ പോലെ ഉണ്ട് വാളയാറിൻ്റെ ആ ഒരു മേഖലയിൽ. ഇപ്പുറത്തും പർവ്വതമാണ്, ഇപ്പുറത്തും പർവ്വതമാണ്. അതിലെ കാറ്റ് വരാതിരിക്കില്ല.